വർഷം 2023 ഡിസംബർ 6-ാം തീയതി. സ്ഥലം ബാംഗ്ലൂർ. അന്ന് പതിവില്ലാതെ പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ഫോൺ വല്ലാതെ ബെല്ലടിക്കുകയാണ്. ഉടൻ തന്നെ കോൺസ്റ്റബിൾ എന്ന് ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ മറുതലയിൽ നിന്ന് പറഞ്ഞത്, താങ്കൾ വിളിക്കുന്നത് കൃഷ്ണ ഹോസ്പിറ്റലിൽ നിന്നാണ്. ഇവിടെ അതിരാവിലെ തന്നെ പൊള്ളലേറ്റ നിലയിൽ അത്യാസന്നമായിട്ടൊരാളെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്, ഉടൻ തന്നെ വരണമെന്നതായിരുന്നു. അതിനുശേഷം ആ ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നത് കേട്ടപ്പോൾ ഈ പോലീസ് കോൺസ്റ്റബിൾ ഞെട്ടിപ്പോവുകയാണ്. ഉടൻ തന്നെ അദ്ദേഹം തന്നെ സുപ്പീരിയറെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഒരു സംഘം പോലീസുകാർ കൃഷ്ണ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. അങ്ങനെ കൃഷ്ണ ഹോസ്പിറ്റലിൽ എത്തിയ പോലീസുകാർ ഡോക്ടർമാരായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഈ 30 വയസ്സ് മാത്രം പ്രായം വരുന്ന ചെറുപ്പക്കാരനെ അതിരാവിലെ തന്നെയാണ് പ്രവേശിപ്പിച്ചത്. നല്ല രീതിയിൽ തന്നെ ശരീരത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട്. ജീവൻ നിലനിർത്തുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഉറപ്പുകളും താങ്കൾക്ക് പറയാൻ പറ്റില്ലെന്നാണ്. അതോടൊപ്പം തന്നെ ആ കോൺസ്റ്റബിളോട് പറഞ്ഞ അതേ കാര്യം വീണ്ടും അവർ നേരിട്ട് ആവർത്തിക്കുകയാണ് ഈ പോലീസുകാരോട്. അവർ ആവർത്തിച്ച ആ കാര്യം എന്ന് പറയുന്നത്, ഈ പൊള്ളലേറ്റ് കിടക്കുന്ന വ്യക്തിയുടെ പേര് സഞ്ജയ് എന്നാണ്, അയാളും ഒരു പോലീസുകാരൻ ആണെന്നുള്ളതാണ് അവർ പറഞ്ഞത്. ആരാണ് ഇയാൾ ഇവിടെ അഡ്മിറ്റ് ആക്കിയെന്ന പോലീസിന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ആ അധികൃതർ ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിക്കുകയാണ്. പോലീസുകാർ അങ്ങനെ ആ സ്ത്രീയുടെ അടുത്ത് നിന്ന് അവർ ആരാണെന്ന് ചോദിക്കുകയാണ്. ആ സ്ത്രീയുടെ അടുത്ത് നിന്ന് പോലീസുകാർ അത് അയാളുടെ ഭാര്യ ആയിരിക്കുമെന്നാണ് ധരിച്ചിരുന്നത്. ഇതേ കാര്യം തന്നെയാണ് ഹോസ്പിറ്റൽ അധികൃതരും ധരിച്ചിരുന്നത്. എന്നാൽ പോലീസ് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത്, തൻ്റെ പേര് റാണി എന്നാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണെന്ന് പറയുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇയാൾക്ക് പൊള്ളലേറ്റതെന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് റാണി പോലീസുകാരോട് പറഞ്ഞത്, അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അതിരാവിലെ തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ കയറിയപ്പോൾ ഞാൻ ആ സമയം പുറത്തായിരുന്നു. പെട്ടെന്ന് ശബ്ദം വന്ന് കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന് തീ പിടിച്ചിരിക്കുകയാണ്, എന്തോ പൊട്ടിത്തെറിച്ചതാവാമെന്നാണ് ആ സ്ത്രീ പറഞ്ഞ് അവസാനിപ്പിച്ചത്. റാണിയോട് കൂടുതലായിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയ പോലീസ് ഇയാൾക്ക് ബോധം വരുമ്പോൾ താങ്കളെ അറിയിക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് യാത്രയാവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം, അതായത് ഡിസംബർ 7-ാം തീയതി ഇയാൾക്ക് ബോധം വന്നതിനെ തുടർന്ന് പോലീസുകാരെ അറിയിച്ചു. അങ്ങനെ ഒരു കോൺസ്റ്റബിൾ വന്ന് മൊഴിയെടുക്കുകയാണ്. അങ്ങനെ മൊഴിയെടുത്തപ്പോൾ ഈ റാണി പോലീസുകാരോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് സഞ്ജയ് എന്ന് പറയുന്ന 30 വയസ്സുകാരനും പറയാനുണ്ടായിരുന്നത്. താൻ അടുക്കളയിൽ കയറി കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പൊട്ടിത്തെറിയിൽ നിന്നുണ്ടായ പൊള്ളലാണിതെന്നും തന്നെ ആരും അപായപ്പെടുത്തിയതല്ല എന്നും കൂടി അയാൾ കൂട്ടിച്ചേർക്കുകയാണ്. പോലീസ് സ്വാഭാവികമായിട്ടും ഇതൊരു നാച്ചുറലായിട്ടുള്ള അപകടമാണെന്ന രീതിക്ക് പോലീസ് റിപ്പോർട്ടെല്ലാം എഴുതിക്കൊണ്ട് മടങ്ങുകയാണ്. ഏതാണ്ട് ഒരു 12-13 ദിവസം കഴിഞ്ഞിട്ടും സഞ്ജയുടെ ആരോഗ്യത്തിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഒന്നും കണ്ടില്ല. അയാൾ സ്വയം തിരിച്ചറിയുകയാണ്, ഇനി തനിക്ക് ഒരിക്കലും ആ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പറ്റില്ല എന്ന് മാത്രമല്ല, തനിക്ക് ജീവൻ തന്നെ നിലനിർത്താൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് മനസ്സിലാക്കിയ സഞ്ജയ് അയാളെ ശുശ്രൂഷിക്കും വരുന്ന നേഴ്സിനോട് ഒരു കാര്യം പറയുകയാണ്. ആ കാര്യമെന്ന് പറയുന്നത് അയാൾക്ക് പോലീസുകാരെ കാണണമെന്നുള്ളതായിരുന്നു. ഈ നേഴ്സ് ഉടൻ തന്നെ ഹോസ്പിറ്റൽ അധികൃതരെ കാര്യം അറിയിച്ചതിനെ തുടർന്ന് പോലീസുകാർ സംഭവ സ്ഥലത്തേക്ക് വരികയാണ്. പിന്നീട് നടന്നത് വലിയൊരു ട്വിസ്റ്റാണ്. യഥാർത്ഥത്തിൽ എന്താണ് സഞ്ജയ്ക്ക് സംഭവിച്ചത്? ബാംഗ്ലൂരിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചൊരു കേസായിരുന്നു കോൺസ്റ്റബിൾ സഞ്ജയുടെ കേസ്. ആ കേസിന്റെ പിന്നാമ്പുറ കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്. ക്രൈം ഡിറ്റക്റ്റീവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം. എൻ്റെ പേര് രബിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു പുതിയ ചാനലാണെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ എത്ര കണ്ട് സബ്സ്ക്രൈബ് കൂട്ടിത്തരുന്നോ അത്രത്തോളം മികച്ചതാക്കി എൻ്റെ അവതരണവും വീഡിയോയുടെ മറ്റു വശങ്ങളും മികവുറ്റതാക്കാൻ സാധിക്കുമെന്നുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാണ്. അതിക്ക് മുൻപായിട്ട് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോളട്ടെ, നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഇപ്പം തന്നെ പരിഗണിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒട്ടും സമയം കളയുന്നില്ല. അങ്ങനെ പോലീസുകാരോട് ഈ സഞ്ജയ് വലിയൊരു കഥ തന്നെ പറയുകയാണ്. ആ കഥ തുടങ്ങുന്നത് 2020 കാലഘട്ടത്തിൽ നിന്നാണ്. അന്ന് അയാൾ ബസവനഗുഡി എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് റാണി എന്നു പേരുള്ള ഒരു സ്ത്രീ അവിടെ ഹോം ഗാർഡായിട്ട് വരുന്നത്. സുന്ദരിയായിട്ടുള്ള റാണിയെ കണ്ടപ്പോൾ അവിവാഹിതനായിട്ടുള്ള സഞ്ജയ്ക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നുകയാണ്. എന്നാൽ റാണി ആവട്ടെ വിവാഹമെല്ലാം കഴിഞ്ഞ് 2 കുട്ടികളുടെ അമ്മയുമായിരുന്നു. ഭർത്താവ് ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിച്ചു പോകുന്ന ഒരാളുമായിരുന്നു. എന്നാൽ എല്ലാ ദിവസവും കാണുന്നതിലൂടെയും ഇടപെടുന്നതിലൂടെയും അവർക്കിടയിൽ ചെറിയൊരു അടുപ്പം ഉണ്ടാവുകയാണ്. പതിയെ ആ അടുപ്പം ഒരു പ്രണയത്തിലേക്ക് വഴിമാറുകയാണെന്ന് സഞ്ജയ് തെറ്റിദ്ധരിക്കുകയാണ്. അങ്ങനെ എടുത്തു പറയാനൊരു കാരണം കഥ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഇവർ പ്രണയത്തിലാവുകയാണ്. ഈ പ്രണയത്തെ തുടർന്ന് അവർ സമയം കിട്ടുമ്പോഴെല്ലാം തന്നെ പുറത്ത് കറങ്ങാൻ പോവുകയും ബീച്ചിൽ പോവുകയും പാർക്കിൽ പോവുകയും സിനിമ കാണാൻ പോവുകയും ഒക്കെ ചെയ്തു വന്നിരുന്നു. എന്നാൽ ആ പ്രണയത്തിൻ്റെ ഏറ്റവും തീവ്രമായ വികാരത്തിലേക്കും അവർ കിടക്കാൻ ഒട്ടും മടി കാണിച്ചില്ല എന്നുള്ളതാണ് സത്യം. അവർ മറ്റ് ലോഡ്ജിലും മറ്റും മുറിയൊക്കെ എടുക്കുകയും ശാരീരികമായിട്ടുള്ള അടുപ്പത്തിലേക്കും അവർ വഴിമാറുകയാണ്. ക്രമേണ ഈ ബന്ധം അതിശക്തമാവുകയാണ്. ഈ റാണി എന്ന് പറയുന്ന സ്ത്രീക്ക് കാച്ചിനെല്ലാം ആവശ്യം വരുമ്പോൾ സഞ്ജയ് ഒട്ടും മടി കൂടാതെ തന്നെ നല്ല രീതിയിൽ
രീതിയിൽ സഹായിച്ചു പോന്നിരുന്നു. അങ്ങനെ കുറച്ചധികം നാളുകൾ, കറക്റ്റായിട്ട് പറഞ്ഞാൽ 8 മാസം ഇവരുടെ ജീവിതം വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ അവരുടെ കറക്കങ്ങളും കാര്യങ്ങളെല്ലാം മുറ പോലെ തന്നെ നടന്നു വന്നിരുന്നു. 8 മാസങ്ങൾക്ക് ശേഷം റാണി ആ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുകയാണ്. വീട്ടിൽ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റാത്തത് കൊണ്ടാണ് റാണി ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തത്. പിന്നീട് അവർ ഫോണിലൂടെ ഈ ബന്ധം നിലനിർത്തി പോന്നിരുന്നു. റാണിക്ക് ക്യാഷിന് ആവശ്യമുള്ളപ്പോൾ ഒക്കെ തന്നെ സഞ്ജയിനെ വിളിക്കുമായിരുന്നു. സഞ്ജയ് തന്നെ കൊണ്ട് സാധിക്കും പോലെ ക്യാഷ് എല്ലാം കൊടുക്കുമായിരുന്നു. ജോലിയിൽ വളരെ ആത്മാർത്ഥത ഉണ്ടായിരുന്ന സഞ്ജയ്ക്ക് ക്രമേണ ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ കൂടി വരികയാണ്. സിമെന്റ് ഓഫീസിലേക്ക് താൽക്കാലികമായിട്ട് ഒരു 3 മാസത്തേക്ക് മാറ്റുകയാണ്. അങ്ങനെ ആ സമയത്തെല്ലാം തന്നെ ജോലിക്കാര്യങ്ങളുമായിട്ട് സഞ്ജയ് വളരെയധികം തിരക്കിലായിരുന്നു. പണ്ടത്തെ രീതിക്ക് റാണിയെ വിളിക്കാനും സംസാരിക്കാനും ഒന്നും പറ്റിയിരുന്നില്ല. എന്നാൽ പോലും തനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ റാണിയെ വിളിക്കാൻ അയാൾ മനസ്സ് കാണിച്ചിരുന്നു. കാരണം അയാൾക്ക് അതിഗാഢമായിട്ടുള്ളൊരു പ്രണയമായിരുന്നു റാണിയോടുണ്ടായിരുന്നത്. എന്നാൽ ഈ തിരക്കുകൾക്കിടയിലൊക്കെ തന്നെ റാണിയെ വിളിക്കുമ്പോൾ പലപ്പോഴും ഫോൺ ബിസി ആവുന്നത് കാണാം. അതോടൊപ്പം തന്നെ ഇയാൾ അയക്കുന്ന മെസ്സേജുകളെല്ലാം തന്നെ വൈകിയാണ് ഓപ്പൺ ആക്കുന്നതും അതിന് റിപ്ലൈ കൊടുക്കുന്നതും എല്ലാം തന്നെ. ഇത് പലവട്ടം ആവർത്തിച്ചപ്പോൾ സഞ്ജയ്ക്ക് വല്ലാതെ മാനസിക വിഷമം ഉണ്ടാവുകയാണ്. അതനുസരിച്ച് സഞ്ജയ് അവളെ ഫോണിൽ വിളിച്ച് കാര്യം നേരിട്ട് തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ റാണി പറഞ്ഞത് പണ്ടത്തെ രീതിക്കല്ല, കുട്ടികളൊക്കെ വലുതായി, അവർക്ക് പാഠങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കണം. അതോടൊപ്പം തന്നെ വീട്ടിലെ കണ്ടമാനം പിടിപ്പത് പണിയുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് യാതൊരു തരത്തിലുള്ള ഇഷ്ടക്കുറവുകളില്ല എന്നും ഈ റാണി സഞ്ജയോട് പറയുകയാണ്. അയാൾ അതിൽ കൺവിൻസ് ആവുകയാണ്. അങ്ങനെ സന്തോഷത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. തനിക്കൊരു ജോലി ആവശ്യമാണെന്നും അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാലോ എന്നും റാണി സഞ്ജയോട് പറയുന്നുണ്ട്. അതനുസരിച്ച് സഞ്ജയ് ഒരു സെക്യൂരിറ്റി സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരിയായിട്ട് അവൾക്ക് ജോലി മേടിച്ചു കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കാനാണ് റാണി ഒരു ദിവസം വിളിച്ചിട്ട് പറയുന്നത്, ഈ 1-2 ദിവസങ്ങളിലേക്ക് തൻ്റെ ഭർത്താവ് വീട്ടിലുണ്ടാവില്ല, അത് നിനക്ക് സാധിക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് വാ, നമുക്ക് വീണ്ടും ആ നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ വീടിനുള്ളിൽ തന്നെ ഒരുക്കാമെന്നെല്ലാം പറഞ്ഞ് ഇയാളെ പലവട്ടം നിർബന്ധിക്കുകയാണ്. അങ്ങനെ ജോലി തിരക്കുകൾക്കിടയിലും റാണിയെ കാണാൻ വേണ്ടി അയാൾ റാണിയുടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വീട്ടിലെത്തിയ സഞ്ജയും റാണിയും ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും കാണുന്നതാണല്ലോ. അവരുടൻ തന്നെ ശാരീരികമായിട്ടുള്ള വേഴ്ചകളിലേക്കും ആനന്ദത്തിലേക്കൊക്കെ പോവുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ആ വിശ്രമവേളയിൽ ഇരിക്കുന്ന സമയത്താണ് റാണിയുടെ ഫോൺ പലവട്ടം ബെല്ലടിക്കുന്നത് ഇയാൾ കാണുന്നുണ്ട്. റാണി അതെല്ലാം അറ്റൻഡ് ചെയ്യാതെ കട്ടാക്കി വിടുകയും ചെയ്യുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അർജന്റ് കോൾ ആണെങ്കിൽ എന്തിനാണ് കട്ടാക്കുന്നതെന്ന് റാണിയോട് സഞ്ജയ് ചോദിക്കുന്നുണ്ടെങ്കിലും റാണി വേണ്ട, അർജന്റ് കോൾ അല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒഴിഞ്ഞു മാറുകയാണ്. എന്നാൽ റാണി അവിടെ നിന്ന് കുറച്ച് സമയം ഒന്ന് മാറിയ സമയത്ത് ഈ സഞ്ജയ്ക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ട് ആ ഫോൺ എടുത്തൊന്ന് ചെക്ക് ചെയ്യുകയാണ്. ആ ഫോൺ എടുത്ത് ചെക്ക് ചെയ്ത അയാൾ സത്യത്തിൽ തകർന്നു പോവുകയാണ് ചെയ്തത്. അങ്ങനെ തകർന്നു പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഒന്നിലധികം പുരുഷന്മാർക്ക് ഈ ഫോണിൽ നിന്ന് കോളും മെസ്സേജും പോയിട്ടുണ്ട്. ആ പോയ വാട്സാപ്പ് മെസ്സേജുകളിലെല്ലാം തന്നെ അശ്ലീല ചൊവ്വയുള്ള ഇൻറ്റിമേറ്റ് സീനുകൾ നിറഞ്ഞ, ന്യൂഡായിട്ടുള്ള ഫോട്ടോകൾ നിറഞ്ഞ ഒരുപാടധികം മെസ്സേജുകളാണ് സഞ്ജയ്ക്ക് കാണാൻ സാധിച്ചത്. ഇത് കണ്ടതും അയാൾ ജീവന് തുല്യം പ്രണയിച്ചിരുന്ന ആ സ്ത്രീ വളരെ മോശപ്പെട്ടവളാണോ എന്ന തിരിച്ചറിവിൽ വല്ലാത്ത സങ്കടം വരികയാണ്. അയാൾ അറിയുകയാണ്. ആ സമയം തന്നെ സഞ്ജയുടെ അടുത്തേക്ക് തിരിച്ചു വന്ന റാണിയെ ഈ മൊബൈൽ കാണിച്ചുകൊണ്ട് എന്തെല്ലാമാണ് നീ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിക്കുകയാണ്. ആദ്യം പലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും അയാളൊരു പോലീസുകാരനായതിനാൽ തന്നെ ചോദിക്കേണ്ട രീതിക്ക് തെളിവുകളോടെ ചോദിച്ചപ്പോൾ അവൾക്ക് പിന്നീട് പിടിച്ചു നിൽക്കാനായില്ല. തൻ്റെ കള്ളി വെളിച്ചത്തായി എന്ന് മനസ്സിലാക്കിയ റാണി പിന്നീട് അവനോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. ഞാനിങ്ങനെയാണ്, എൻ്റെ സ്വഭാവം ഇതാണ്, നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഇട്ടിട്ട് പോവാമെന്ന് പറയുകയാണ്. ഇതെല്ലാം കേട്ട സഞ്ജയ്ക്ക് ഇതൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. കാരണം അയാൾ തൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗവും തൻ്റെ ഹൃദയത്തിലെ പ്രണയം മുഴുവനും അവൾക്ക് നൽകിയിരുന്നു. എന്നാൽ അവൾക്ക് ഇയാളോടുണ്ടായിരുന്നത് കാമം മാത്രമായിരുന്നു. 4 പേരിൽ ഒരാൾ മാത്രമായിരുന്നു താനെന്ന തിരിച്ചറിവ് അയാളിൽ ഉണ്ടാക്കിയ വേദന വലുതായിരുന്നു. അതിനാൽ തന്നെ വീണ്ടും അയാൾ പലതും പറഞ്ഞ് ഈ റാണിയോട് ആർഗ്യൂ ചെയ്യുകയാണ്. എന്നാൽ ഈ ആർഗ്യുമെൻ്റ് ഇടയിൽ തന്നെ റാണി പറയുന്നുണ്ട്, നീ വല്ലാതെ കളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ തീ കൊളുത്തി കൊല്ലുമെന്ന്. പെട്ടെന്നൊരു നിമിഷത്തെ ആവേശത്തിൽ റാണി പറഞ്ഞു പോയതാണെങ്കിലും ഒട്ടും വൈകാതെ തന്നെ സഞ്ജയ് തൻ്റെ ബൈക്കും എടുത്തുകൊണ്ട് അടുത്തുള്ള പെട്രോൾ പമ്പിൽ ചെല്ലുകയാണ്. അങ്ങനെ പെട്രോൾ പമ്പിൽ നിന്ന് 1 ലിറ്റർ പെട്രോൾ മേടിച്ച് വീണ്ടും റാണിയുടെ വീട്ടിലേക്ക് വരികയാണ്. നീ എന്നെ തീ കൊളുത്താൻ പറയുകയാണ്. അപ്പോൾ റാണി പറയുന്നുണ്ട്, നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്, നീ മിണ്ടാതിരിക്കാനെല്ലാം പറഞ്ഞ് സഞ്ജയ് വഴുക്ക് പറയുന്നുണ്ട്. എന്നാൽ സഞ്ജയ് ഇവളുടെ മൊബൈൽ തട്ടിപ്പറിച്ചിട്ട് അവൾ അയച്ച മെസ്സേജുകളെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിനിടയിൽ അവളുടെ ക്ഷമ കെട്ടുപോവുകയാണ്. അവളിലെ മനുഷ്യത്വമെല്ലാം മരിച്ചുപോയി. ഒരു നിമിഷം അവളിൽ പിശാചുണരുകയാണ്. ആ നിമിഷം അവൾ ചെയ്ത ക്രൂരമായ പ്രവൃത്തി എന്ന് പറയുന്നത്, അയാൾ വച്ചിരുന്ന ആ പെട്രോൾ ബോട്ടിൽ എടുത്തിട്ട് അത് തുറന്ന് ഈ സഞ്ജയുടെ മേത്തേക്ക് മുഴുവനായിട്ട് ഒഴിക്കുകയാണ്. അപ്പോഴും സഞ്ജയ് വിചാരിച്ചിരുന്നത് ഒരു കാരണവശാലും ഇവൾ തന്നെ തീ കൊളുത്തില്ല എന്നാണ്. എന്നാൽ കോപത്താൽ സ്ഥലകാലബോധം മറന്നു പോയിട്ടുള്ള റാണി അടുക്കളയിൽ ചെന്ന് തീപ്പെട്ടി എടുത്തുകൊണ്ടുവന്ന് ഉരച്ച് അയാളുടെ ഷർട്ടിന് തീ പിടിപ്പിക്കുകയാണ്.
ആ തീ പിടിച്ച് അലറി കരയുന്നതിനിടയിലാണ് താൻ എന്തുകൊണ്ട് മാറിയില്ല എന്ന ചിന്ത സഞ്ജയ്ക്കും, അതോടൊപ്പം തന്നെ താൻ എന്ത് മണ്ടത്തരമാണ് കാണിച്ചെന്ന ചിന്ത റാണിക്കും ഉണ്ടായത്. അങ്ങനെ സഞ്ജയ് വാ വിട്ട് കരയുന്നതിനിടയിൽ ഈ സ്ത്രീ ഓടി വന്നിട്ട് വെള്ളമെല്ലാം ഒഴിച്ച് തീ കെടുത്തുകയാണ്. ഒട്ടും വൈകാതെ തന്നെ അവൾ സഞ്ജയിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് സഞ്ജയ് തന്നെ പറയുന്നുണ്ട്, പോലീസുകാർ തീർച്ചയായിട്ടും വരും, കാരണം ഹോസ്പിറ്റൽ അധികൃതർ പോലീസിനെ അറിയിക്കും. അവർ വന്നാൽ നീ ഒരിക്കലും നടന്ന സത്യങ്ങൾ പറയരുത്, പകരം ഞാൻ അവിടെ കുക്ക് ചെയ്യുന്നതിനിടയിലാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് പറയാവുള്ളൂ എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ നീ കുടുങ്ങുമെന്നും പറയുകയാണ്. അതിനെ തുടർന്നാണ് നമ്മൾ ആദ്യ ഭാഗത്തിൽ കേട്ട കാര്യങ്ങളെല്ലാം തന്നെ നടന്നത്. പിന്നീട് അയാൾ എന്തിനാണ് മനസ്സ് മാറിയത് എന്ന് ചോദിച്ചാൽ, ആ ഹോസ്പിറ്റലിൽ പൊള്ളലിൻ്റെ വേദനയേക്കാളും കൂടുതൽ അയാളെ വേദനിപ്പിച്ചത് താൻ വളരെയധികം പ്രണയിച്ച റാണി തന്നെ ചതിച്ചതിലുള്ള നിരാശ കൊണ്ടായിരുന്നു. ഇയാൾക്ക് ആക്സിഡന്റ് പറ്റി അഡ്മിറ്റാക്കിയ ആദ്യത്തെ 2 ദിവസങ്ങളിൽ റാണി അവിടെ വന്നിരുന്നുവെങ്കിലും അതിനുശേഷം ഒരൊറ്റ ദിവസം പോലും റാണിയെ ആ വഴിക്ക് കണ്ടില്ല. തൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുമ്പോൾ തന്നെ ചതിച്ച് ഈ നിലയിലാക്കിയ അവൾ ഒരു കാരണവശാലും സുഖിക്കാൻ പാടില്ല, അവൾ ശിക്ഷയ്ക്ക് അർഹയാണെന്ന ബോധ്യത്തിലാണ് അയാൾ പോലീസിനോട് വിളിച്ച് കാര്യങ്ങളെല്ലാം തന്നെ ധരിപ്പിച്ചത്. ഉടൻ തന്നെ പോലീസ് ഈ റാണിയുടെ വീട്ടിൽ ചെല്ലുകയാണ്, തെളിവുകളെല്ലാം തന്നെ ശേഖരിക്കുകയാണ്. CCTV ക്യാമറകളും ഫോൺ റെക്കോർഡ്സും അന്ന് അടുക്കളയെല്ലാം പരിശോധിച്ചതിലൂടെ പോലീസിന് വ്യക്തമായി തന്നെ ബോധ്യമാവുകയാണ് ഈ സ്ത്രീ തന്നെയാണിത് ചെയ്തെന്ന്. ഒട്ടും സമയം കളയാതെ തന്നെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുന്ന സമയം തന്നെ ഇയാൾക്ക് ആക്സിഡന്റ് പറ്റിയ 13-ാം ദിവസം ഡിസംബർ 19-ാം തീയതി സഞ്ജയ് മരണപ്പെടുകയാണ്. സ്ത്രീക്ക് ഇത്രയ്ക്ക് ക്രൂരമായിട്ട് പെരുമാറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആ ഒരു നിമിഷത്തെ കോപത്തിൽ അവർ ചെയ്തു പോയതായിരിക്കാം. ഈ കേസിന്റെ വാദങ്ങളൊന്നും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ചെല്ലാം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ പരിഗണനയിൽ എടുക്കുമെന്ന വിശ്വാസത്തിൽ ഞാൻ ഇന്നേക്ക് മടങ്ങിയാണ്. പുതിയൊരു വീഡിയോയിൽ വരും വരെ എല്ലാവർക്കും ബൈ.